ഇന്ന് നമ്മൾ എന്തുണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരു പേപ്പർ സോപ്പാണ് ഉണ്ടാക്കാൻ പോണത്. അതിപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. ആദ്യം തന്നെ 3 പേപ്പർ എടുത്തിരുന്നു. എന്നിട്ട് ഒരു ഹാൻഡ് വാഷ് എടുത്തിട്ട് അത് വെള്ളത്തിൽ ചേർത്തിട്ട് പേപ്പറിൽ ഇങ്ങനെ തുടച്ചു കൊടുക്കുക. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ അങ്ങനെയൊന്നുമല്ല ചെയ്തേക്കണം. ആദ്യം ഞാനിരുന്ന് പൊട്ടത്തരം കാണിച്ച് ഹാൻഡ് വാഷ് എടുത്ത് ഡയറക്റ്റായിട്ട് ഇതാക്കിയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടി നല്ലത് വെള്ളത്തിൽ മുക്കിയിട്ട് തുടയ്ക്കണതാണ്. പിന്നെ ഒരു ചാർട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് ഭാഗം എടുത്ത് കീറി, ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് ഉപയോഗിച്ച് ചാർട്ടാണ് എടുത്തത്, വേറൊന്നും എൻ്റെ കിട്ടില്ലാത്തതുകൊണ്ട് അതെടുത്ത് കീറി ഒരു 3 ഭാഗമായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് സൈഡിൽ ഓരോന്നും വെട്ടുക. ഇതുപോലെ ആക്കി കിട്ടും. അങ്ങനെ വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലത്തെ ഭാഗവും റൗണ്ടായിട്ട് വെട്ടി നമ്മൾ പശ തേച്ച് 2 സൈഡും പശ തേച്ച് ഒട്ടിച്ച് വെക്കുക. പിന്നെ അപ്പോഴേക്കും നേരത്തെ വെച്ച പേപ്പർ ഉണങ്ങി കിട്ടും. അതിങ്ങനെ 4ആയിട്ട് മടക്കി കീറിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പേപ്പർ സോപ്പ് റെഡിയാവും. പിന്നെ നമുക്ക് കവറാണല്ലോ നമ്മൾ നേരത്തെ സെറ്റാക്കിയത്, ആ കവറിൽ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാം. പിന്നെ ഒരു പേപ്പർ എടുത്തിട്ട് എന്താണെന്നത് അറിയണമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ പേപ്പർ സോപ്പ് നീതി ഒട്ടിച്ച് വെച്ച് വെള്ളം ഇങ്ങനെ പതയാകുമ്പോൾ ഇങ്ങനെ വട്ടത്തിൽ വരുമല്ലോ, ആ സാധനമൊക്കെ നമ്മൾ ചെയ്ത് ഇതാക്കി വെച്ച് ഈ വീഡിയോ കാണിച്ചേക്കണല്ല ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അത് നമ്മൾ ലാസ്റ്റ് വേറെയാണ് ഉണ്ടാക്കി, അതൊന്നും കറക്റ്റായില്ല. അതാണിപ്പോൾ വേറെ ഉണ്ടാക്കിയതാണിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ഈ പേപ്പർ സോപ്പിനി ശരിയായോ നോക്കാം. വെള്ളം എടുത്തിട്ട് നമുക്ക് 2 പേപ്പർ എടുത്തിട്ട് കഴുകാം. അപ്പോൾ എന്തായാലും പദമായിട്ട് ശരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.